ഇടുക്കിയിലേക്ക് പോകുന്നു രാഹുൽ വിജയൻ അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? 70% പോളിംഗ് രേഖപ്പെടുത്തി ഇതിനോടകം എന്ന കണക്കുകൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 2020 നോക്കുകയാണെങ്കിൽ അതൊരു 74% മുകളിലാണ് ആകെ പോളിംഗ് ഉണ്ടായത്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാറായോ? പ്രജിൻ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 70% മുകളിൽ 6 മണിക്കത്തെ അനൌദ്യോഗിക കണക്കിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവസാനവട്ട കണക്കുകൾ വരുമ്പോഴേക്കും അത് 74ലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2020 കണക്കനുസരിച്ച് 74.6% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ആളുകളുടെ ഒരു ഒഴുക്ക് ഇത്തവണയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അനുഭവപ്പെട്ടിരുന്നു. ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 6 മണിക്ക് ശേഷം ഏതെങ്കിലും ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട കാര്യം. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന പല ബൂത്തുകളും ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. വലിയ കുഴപ്പമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ഈ പോളിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചില സ്ഥലങ്ങളിൽ മാത്രം വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ നെടുങ്കണ്ടം പഞ്ചായത്തുകളിൽ 10ഓളം ബാലറ്റുകൾ, വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിന്റെ തകരാറ് പരിഹരിച്ച് വോട്ടിംഗ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വട്ടവട കോവിലൂർ ഭാഗത്ത് നേരിയ തോതിൽ ആളുകൾ തമ്മിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായി. അത് ചില ആരോപണ പ്രത്യാരോപണങ്ങൾ അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് ഈ പോളിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ഇനി കാണുന്ന പോലെ തന്നെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായിരുന്നു. ഇങ്ങോട്ടേക്ക് വിതരണം ചെയ്തിട്ടുള്ള പല ബൂത്തുകളിലേക്കും വിതരണം ചെയ്തിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. അത്തരത്തിലുള്ള നടപടികളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. LDF-നും UDF-നും NDA-ക്കും ഒരേപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ LDF-ന് ഒരു മേൽക്കൈയുണ്ട്. ജില്ലാ പഞ്ചായത്തുണ്ട്, 29 പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 എണ്ണവും LDF ആണ് ഭരിക്കുന്നത്. 2020 മുമ്പുള്ള സാഹചര്യം UDF-ന് അനുകൂലമായിരുന്നു. നിലവിൽ LDF ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതായത് നിലവിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ തുടരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. UDF ആകട്ടെ അതിന് മുൻപുണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. NDA നിലവിൽ അവരുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണ പരിപാടികളും അവർ നടത്തുകയും ചെയ്തു. അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. ഭൂപ്രശ്നമാണ് പ്രധാനമായും ഇടുക്കിയിൽ മലയോരത്ത് പ്രധാനമായും ചർച്ചയായത്. തൊടുപുഴയിലേക്ക് വികസന നേട്ടങ്ങൾ LDF പറയുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. UDF പല വിധത്തിലുള്ള കാര്യങ്ങൾ ഭൂപ്രശ്നം ഉൾപ്പെടെ ചർച്ചയാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് 3 മുന്നണികളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. 7 ജില്ലകളിലെയും ഏറ്റവും പുതിയ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ ഇപ്പോൾ പങ്കുവച്ചത്. എന്നാലും 70% മുകളിലേക്കാണ് ശരാശരി ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എന്ന് പറയാം. അതിന്റെ അന്തിമ കണക്കല്ല, അത് വരും മണിക്കൂറുകളിൽ കൃത്യമായി ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തും ഒപ്പം തന്നെ പത്തനംതിട്ടയിലും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ എറണാകുളത്ത് മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ 7% നേരത്തെ തന്നെ കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.